മഹ്റജുകളിൽ മൂന്നാമത് പറഞ്ഞത് ത്രോട്ട്, തൊണ്ട. തൊണ്ട 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് തൊണ്ടയുടെ അങ്ങേ അറ്റം, വോക്കൽ കോഡ്സ്, ഹംസ, ഹ, അ, ഹ എന്നീ 2 അക്ഷരങ്ങൾ തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന്, വോക്കൽ കോഡ്സിൽ നിന്ന് പുറപ്പെടുന്നതാണ്. രണ്ടാമത്തത് ഐൻ, ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണ്, എപ്പിഗ്ലോട്ടിസ് അഥവാ ചെറുനാവിൻ്റെ ഭാഗത്ത് നിന്ന്. മൂന്നാമത്തത് നാവിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന്, ഖൈൻ, ഹ. ഈ അക്ഷരങ്ങളൊക്കെ മഹ്റജുകൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ വരുന്ന വേർഡുകൾ, ഇപ്പോൾ ആ പഠിക്കുമ്പോൾ ആ വെച്ച് വരുന്ന കുറേ വേർഡുകൾ ശ്രദ്ധിച്ച് റീഡ് ചെയ്ത് പഠിക്കുക. അ അ ഇ അ ഉൻ, ആ ഇ അ ഉൻ, അ അ ഇ ഉനൽ, ആന ഉന, ഹ ഹ ഹി ഹ ഹുൻ, ഹാ ഹി ഹ ഹുൻ, ഹ ഹ ഹി ഹുനൽ, ഹാന ഹുന, ആ ഇ അ ഉൻ, ആ ഇ അ ഉൻ, ആ ഇ ഉനൽ, ആന ഉന, ഹ ഹ ഹി ഹ ഹുൻ, ഹ ഹി ഹ ഹുൻ, ഹ ഹ ഹി ഹുനൽ, ഹാന ഹുന, ഗ ഗ ഗി ഗ ഗുൻ, ഗ ഗി ഗ ഗുൻ, ഗ ഗ ഗി ഗുനൽ, ഹാന ഹുന, ഖ ഖ ഹി ഹ ഹുൻ, ഖ ഹി ഹ ഹുൻ, ഖ ഖ ഹി ഹുനൽ, ഹാന ഹുന. നിരവധി തവണ അത് പറഞ്ഞ് പഠിക്കുക തന്നെ. അങ്ങനെ അത് ശരിയായി വരണം. എന്തൊരു കാര്യം അങ്ങനെയാണല്ലോ, പ്രാക്ടീസ് മേക്ക് ദി മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. നമ്മൾ പരിശീലനം നടത്തുക, കൂടുതൽ തവണ പറയുക. ആ അക്ഷരം പറയാൻ കഴിയുന്നില്ല, ഈ അക്ഷരം പറയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ അത് കൂടുതൽ തവണ അങ്ങനെയുള്ള അക്ഷരങ്ങൾ വരുന്ന വേർഡുകൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക.